നമസ്കാരം. മേയർ വി രാജേഷ് ഗുണ്ടായിസം കാണിച്ചു എന്നുള്ള പരാതിയുമായിട്ട് ശിവൻകുട്ടി അപ്പൂപ്പൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടായിരുന്നോ? കാര്യങ്ങളുടെയൊക്കെ കിടപ്പ് എങ്ങനെയൊക്കെയാണേലും ഉള്ളതുപോലെ പറയണമല്ലോ. ശിവൻകുട്ടി അണ്ണന്റെ ആത്മസംയമനമാണ് ആത്മസംയമനം. എന്തിരണ്ണ ആ ഗുണ്ടയുടെ പേരെന്താണെന്നോ? പണ്ട് നിയമസഭ തല്ലിപ്പൊളിച്ച ഗുണ്ടയുടെ പേരാണോ ചോദിക്കുന്നത്? അല്ല, പുള്ളിയും മുൻ മേയർ ആയിരുന്നേ. ആ പേര് പക്ഷെ അണ്ണൻ മറക്കാൻ സാധ്യതയില്ലല്ലോ. സൂതം കഴിഞ്ഞാൽ രണ്ടാമത്തെ ഗുണ്ടയായില്ലേ ഇന്നിപ്പോ മേയറോട് അഭിനയിച്ചത്. വി രാജേഷിന്റെ ഗുണ്ടയായിട്ട് അഭിനയിക്കാനല്ലേ കഴിവുള്ളൂ. ഗുണ്ടയായിട്ട് ജീവിക്കാൻ ശേഷിയുള്ള പലരും നിവർന്നിങ്ങനെ നടക്കുമ്പോ അഭിനയിക്കുന്നവരൊക്കെ എന്ത്? മുൻ മേയർ ആയിട്ടുള്ള ശ്രീകുമാർ അടക്കമുള്ള ആൾക്കാരുടെ പുറത്തുകൂടെ ചവിട്ടിയല്ലേ ആൾ കയറിപ്പോയത്. മോശം. ആളുകളുടെ പുറത്തുകൂടെ ഒക്കെ ചവിട്ടി കയറിപ്പോയോ? ചവിട്ടിയപ്പോൾ ഒരു കാലം ഒരാളുടെ തോളിലും മറ്റൊരു കാലം 50 മീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ തോളിലുമായിട്ടായിരുന്നോ വെച്ചിരുന്നത് അണ്ണ? അല്ല, അങ്ങനെയല്ലേ ചവിട്ടി കയറേണ്ടത്. അതല്ലേ ചവിട്ടി കയറ്റം. കോർപ്പറേഷൻ ഓഫീസിലെ സാധന സാമഗ്രികളൊന്നും അവർക്ക് നശിപ്പിക്കാൻ സാധിച്ചില്ല അല്ലേ അണ്ണ? അണ്ണന്റെ അത്രയും തീവ്രത ഇവിടെ ആർക്കിരിക്കുന്നു? എത്ര അഹങ്കാരത്തോടുകൂടിയാണ് ഈ സമരത്തെ നേരിടുന്നതിന് വേണ്ടി പുറത്തു വന്നിരിക്കുന്നത്. ഓഫീസിനകത്തോട്ട് കയറ്റത്തില്ല എന്നും പറഞ്ഞ് കമ്മികളെല്ലാം കൂടെ തടയുമ്പോൾ അകത്ത് കയറിയിരിക്കും എന്നൊക്കെ പറയുന്ന എന്തൊരു അഹങ്കാരമാ അല്ലേ അണ്ണ? ധനകാര്യമന്ത്രിയെ ബജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിക്കാതെ നിയമസഭയിലെ ഡെസ്കിലും ബെഞ്ചിലും കമ്പ്യൂട്ടറിന്റെ നെഞ്ചത്തും മാറി മാറി ചാടിക്കളിച്ച് നടന്ന് വെല്ലുവിളിക്കുന്നത് അഹങ്കാരമല്ല, തല്ലുകൊള്ളിത്തരമല്ല. അതെന്തായിട്ട് വരും? വെറും അപ്പൂപ്പ. ഞങ്ങളുടെ പ്രവർത്തകരുടെ ആത്മസംയമനല്ലേ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത്. പ്രവർത്തകരുടെ ആത്മസംയമനം അവിടെ നിൽക്കട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും കണ്ടു പരിചയമുള്ളത് അണ്ണന്റെ ആത്മസംയമനമാണ്. ആത്മസംയമനം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ആത്മസംയമനം. തെറ്റു പറയരുതല്ലോ. ഇപ്പോഴും കവച്ചുചാട്ടമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അണ്ണ? നിയമസഭയ്ക്കകത്ത് പറ്റിയില്ലെങ്കിലും തെരുവിലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവതരിപ്പിക്കാമല്ലോ ആ കലാരൂപം. അതുകൊണ്ട് പരിശീലിക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അണ്ണൻ ഒരു പരിശീലനത്തിന്റെ ആവശ്യമില്ല. ഇത്തരം കലാരൂപങ്ങൾ അതിവിദഗ്ധമായി അവതരിപ്പിക്കുന്നതിൽ നിപുണനാണ് എന്നൊക്കെ ഞങ്ങൾക്കറിയാം. വെറും അപ്പൂപ്പൻ ചില്ലറക്കാരനല്ല എന്ന് പുതിയ തലമുറയിലെ കുട്ടികൾ കൂടി കാണട്ടണ്ണ. ഫാൻസ് കൂടട്ടെ. വളരെ മോശമായി പോയി. അവര് മോശമായിട്ടുള്ളതൊന്നും കാണിച്ചില്ലല്ലോ അണ്ണ. അണ്ണനല്ലേ കാണിച്ചത്. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ നാട്ടുകാരെ ഒരു മറയും ഇല്ലാതെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അണ്ണനാണ്. ആ ക്രെഡിറ്റ് അണ്ണന് മാത്രമുള്ളതാണ്. ഉടുമുണ്ട് തുടയ്ക്കും മേലെ കയറ്റിക്കുത്തി മനുഷ്യരുടെ തോളുകളിൽ നിന്ന് തോളുകളിലേക്ക് കവച്ചു ചാടിയ ആളാണ് മേയറും കൂട്ടരും കാണിച്ചത് മോശമായിപ്പോയെന്ന് കുറ്റം പറയാൻ വന്നിരിക്കുന്നത്. ഉളുപ്പില്ലായ്മ എന്ന വാക്ക് നിങ്ങളെ പേടിച്ചിപ്പോൾ പുറത്തിറങ്ങുന്നില്ലെന്നാണ് കേട്ടത്. ആ വാക്കിന് തന്നെ നിങ്ങളൊക്കെ ഭീഷണിയാണ്. പിന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ ലൈവായിട്ടാ TV കൂടെ അന്ന് കണ്ടത്. അന്ന് പിടിച്ച പനി 6-7 ദിവസം കഴിഞ്ഞാ എന്നെ വിട്ടു പോയതെണ്ണ. എന്തായാലും അണ്ണന്റെ ഒരു ആത്മസംയമനം ഉണ്ടല്ലോ, വല്ലാത്തൊരു ആത്മസംയമനം തന്നെ കേട്ടോ. ആക്രമിക്കുന്നത് ആരായാലും അവസാനം ബോധം കെട്ട് വീഴുന്നത് അണ്ണനായിരിക്കും. അതാണല്ലോ നമ്മുടെ പതിവ്. ആന കരിമ്പും കാട്ടി കയറുന്നത് പോലെ നമ്മൾ തന്നെ എല്ലാം ചവിട്ടി നശിപ്പിച്ച് കോലാഹലം ഉണ്ടാക്കിയിട്ട് അവസാനം ഒരൊറ്റ കിടപ്പ ഡിം. നാട്ടുകാരെ ആദ്യം ബോധം കെടുത്തും, അത് കഴിയുമ്പോൾ അണ്ണൻ്റെ ബോധം പോവും. എങ്കിലും എനിക്ക് അതല്ല വിഷമം കേട്ടോ. എങ്ങനെയൊക്കെ നാട്ടുകാരെ സ്വന്തം കയ്യിലിരിക്കുന്ന ആത്മസംയമനം കാണിച്ച് നടന്ന ആളാ ഇപ്പോൾ കളിക്കളത്തിന് പുറത്ത് നിന്ന് വെള്ളം ഇറക്കേണ്ട ഗതികേടിലായി. ഈ അവസരത്തിൽ ചോദിക്കാൻ പാടില്ല എന്നറിയാം, എന്നാലും കണ്ട സ്ഥിതിക്ക് ചോദിക്കുക. നിങ്ങളുടെ പഴയ കുഞ്ഞാവെ ഇപ്പൊ കാണാറുണ്ടോ? നിങ്ങൾ കാണേണ്ട കാര്യം ഇതെല്ലാം ജനം കാണുന്നുണ്ട്. ജനം വളരെ കൃത്യമായി അത് തന്നെ, ജനങ്ങളെല്ലാം കൃത്യമായിട്ട് കാണുന്നുണ്ട്. അതാ ഞാനും പറഞ്ഞുകൊണ്ടിരുന്നത്. മിത്തപ്പ റഹീമിക്കല്ലേ എങ്ങോട്ട് ഓടും ദൈവമേ. ഇന്ന് ഇംഗ്ലീഷ് വല്ലതും കാണുമോ എന്തോ. ഞങ്ങൾ ബ്ലേഡ് ഒന്നും കൊണ്ടുവരത്തില്ല. ഞങ്ങൾക്ക് ആ പണിയൊന്നുമില്ല. ഞങ്ങൾ ബ്ലേഡ് പിന്നെ ഈ മഷിക്കുപ്പി ഇതൊന്നും കൊണ്ടുപോകുന്ന ആൾക്കാരല്ല. ഞങ്ങൾ ബ്ലേഡും മഷിക്കുപ്പിയും ഒന്നും കൊണ്ടുപോകാറില്ല. വല്ല വടിവാളോ നാടൻ ബോംബോ ഒക്കെ ഞങ്ങൾ കൊണ്ടുപോകാറുള്ളൂ. പോയി പുതിയ 4 ഇംഗ്ലീഷ് വാക്ക് പഠിക്കാൻ നോക്ക്. നാഷണൽ മീഡിയ അടുത്ത തവണ നമ്മുടെ മുന്നിൽ വന്ന് പെടുമ്പോൾ ക്യാന്യം ഒന്ന് മാറ്റി പിടിക്കണ്ടേ? ചെല്ല്. സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേളയിൽ VD സതീശൻ മേനോൻ സതീശനായി. അധികാരത്തിലേറിയ ദിവസം ദാമോദര മേനോൻ സതീശനായിരുന്നു. ഇതെന്തോ നെക്കോ അടിക്കുന്നു. പിന്നീട് ഒരു പൂക്കി സതീശനായി. അതിനുശേഷം പൂക്കി സതീശനായി. ആഹാ, കൊള്ളാലോ കളി.
നീ പറ, ഞാനും പറയാം. എന്നാണ് സഖാക്കളെ ഈ കളിയുടെ പേര്? ഇൻട്രസ്റ്റിംഗ്. ഇപ്പൊ ഇതാ ബെക്കാടി സതീശനായി കേരളത്തിന്റെ സതീശൻ മാറിയിരിക്കുന്നു. അണ്ണന്റെ ടേൺ കഴിഞ്ഞോ? ഇനി ഏറ്റു പറ സഖാവേ, ബക്കാടി സതീശൻ. ഇന്നിപ്പോ കേരളത്തിലെ ജനങ്ങളാകമാനം തന്നെ ബെക്കാടി സതീശൻ എന്ന് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെർഫെക്റ്റ്. കോപ്പി പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം. പിന്നെ ഈ പാർട്ടി ക്ലാസ്സിൽ പോകുന്ന സമയത്തെ ഒരേ കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാവരും ഒരുമിച്ച് പഠിപ്പിച്ച് വിടുന്നത്, അത് ഞങ്ങൾക്കറിയാം. എന്നാലും അത് പലതരത്തിൽ വന്ന് അവതരിപ്പിക്കാനൊന്ന് ശ്രമിക്കണം കേട്ടോ. അടുത്ത തവണ കുറച്ചുകൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വരണേ. അല്ലെങ്കിൽ നമ്മൾ കാണാപാഠം പഠിച്ച് പറയുകയാണെന്ന് നാട്ടുകാരെ തെറ്റിദ്ധരിക്കും. അതാ. അപ്പൊ ചെന്നാട്ടെ, അപ്പം ചൂടാറുന്നതിന് മുന്നേ ചെന്ന് തൊള്ളേ കയറ്റിക്കോ. ഓട്.